നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി നിന്റെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. അതിനവള് പറഞ്ഞ കാരണം സത്യമായിരിക്കും. പിന്നെ എന്റെ കാര്യം, ഞാനും വിനയും അകന്നു കഴിയാണെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിക്കൂടാന്നൊന്നുമില്ല. എനിക്കും അദ്ദേഹത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതൊരിക്കലും സ്വത്തിന് വേണ്ടിയുള്ള മത്സരം കാരണം ഞാൻ ആഗ്രഹിക്കുന്നൊന്നും അല്ല കേട്ടോ. അതുപോലെ തന്നെ ബ്രോയ്ക്കും പാർവതിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് കാണാൻ കാലങ്ങളോളം കാത്തിരിക്കണമെന്ന് കരുതുന്നതും മണ്ടത്തരവാ. പല്ലവി, കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ വരദാനമാ. നമുക്കൊക്കെ ആഗ്രഹിക്കാനേ സാധിക്കൂ. നമുക്കെപ്പോ എങ്ങനെയുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് അതെല്ലാം തീരുമാനിക്കുന്നത് ജഗദീശ്വരനാ. പാറു, മണിക്കുട്ട, നിന്നോട് ഞാൻ പിണക്കവാ. അതെന്താ മണിക്കുട്ട, നീ എന്താ അങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയണം? ഈയിടെ നീ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അത് പിന്നെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട് പാറു. നീ എന്തിനാ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത്? ഞാൻ അങ്ങനെയല്ലേ മണിക്കുട്ട. ആരുടെയെങ്കിലും വിഷമം കണ്ടാലോ എവിടെയെങ്കിലും അനീതി കണ്ടാലോ എനിക്കത് കണ്ടില്ലാന്ന് കരുതി നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും നീ നിന്നെ തന്നെ മറന്ന് ഒന്നും ചെയ്യരുത്. നിന്റെ കാര്യങ്ങളിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം. എന്തായാലും എന്നെ സ്നേഹിക്കാനും ഉപദേശിക്കാനും നീയുണ്ടല്ലോ. അത് വലിയ സന്തോഷവും ആശ്വാസവും എനിക്ക്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ പാറു. അച്ഛനും അമ്മയും ഇല്ലല്ലോ. നീ തന്നെയല്ലേ എന്റെ അമ്മ. അതെനിക്കറിയാം. ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും മണിക്കുട്ട. ഞാൻ നിന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷമമൊന്നും നിനക്ക് വേണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാലോ, മിണ്ടാലോ. പിന്നെന്താ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ പാറു. നീ അത് കാര്യമാക്കണ്ട. എന്നാ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. അയ്യോ, എന്താ ഞാൻ ഈ കാണുന്ന? ദേവമ്മ തീയിൽ പെട്ടിരിക്കുകയാണല്ലോ. അയ്യോ, അമ്മയെ എങ്ങനെ രക്ഷിക്കും? എന്റെ ഉദയനൂരമ്മ, ദേവമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ? അമ്മ, ദേവമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.